കുറേയധികം പേർ എന്നോട് നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ലീക്കുണ്ടായതിനെ സംബന്ധിച്ച് പറയണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതിൽ എൻ്റെ അഭിപ്രായം ഇനി പറയുന്നതാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. കാരണം 24 ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു എക്സാമിനേഷനാണ്. പലപ്പോഴും പലർക്കും സെൻറ്ററുകൾ തന്നെ വളരെ ദൂരത്തും ഒക്കെ കിട്ടി അവർ വർഷങ്ങൾ പഠിച്ച് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ആ പരീക്ഷയ്ക്ക് തയ്യാറായി എത്തുന്നത്. ആ പരീക്ഷ എഴുതി അത് ഒന്ന് സത്യസന്ധമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഏറ്റവും കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. അതിനു വേണ്ടിയാണല്ലോ ഇത്തരമൊരു മത്സര പരീക്ഷ നടത്തുന്നത് തന്നെ. രണ്ടാമത് അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെ കുടുംബവും ഒത്തൊക്കെ പലപ്പോഴും പോകേണ്ടി വരും, തലേദിവസം പോയി താമസിക്കേണ്ടി വരും, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും. അതിനെല്ലാത്തിനും ഉപരിയാണ് ഇനിയും വീണ്ടും ഒരു എക്സാമിനേഷന് തയ്യാറായി പഠിക്കണം. അത് വീണ്ടും ഇതേ ബുദ്ധിമുട്ടുകൾ സഹിച്ച് അവിടെ പോയി എഴുതണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. NTA എന്ന പ്രസ്ഥാനം നടത്തുന്ന അതിൻ്റെ ചെയർമാനും മറ്റുള്ളവർക്കും വാസ്തവത്തിൽ ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി കണക്കിലെടുത്ത് തീർച്ചയായിട്ടും രാജിവെക്കേണ്ടതാണ് എന്നാണ് എൻ്റെ സത്യസന്ധമായ അഭിപ്രായം. അതുകൂടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പുതിയ നിയമനിർമ്മാണം തന്നെ നടത്തി ഇതിൽ ചോദ്യങ്ങൾ ലീക്ക് ചെയ്യുന്നവർക്കും അത് ഉപയോഗിക്കാൻ ആദ്യമായി നടപടിയെടുക്കുന്നവർക്കുമൊക്കെ കൂടുതൽ കർശനമായ ശിക്ഷാ നടപടികളും ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് പഴയ IPCയിൽ ചീറ്റിംഗ് എന്ന വിഭാഗത്തിൽ വരുന്ന 420 IPC ഒക്കെ വെച്ചാണ് എടുക്കുന്നത്. പക്ഷേ അതിനുപരിയായി ഇത്തരം മത്സര പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർത്താൻ ഇടവരുന്നതിന് കാരണക്കാരായവരെ അവർക്ക് ചുരുങ്ങിയത് 25 വർഷമെങ്കിലും തടവ് ശിക്ഷയും അതുപോലെ അവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുമുള്ള ഒരു നടപടി നിയമം മൂലം ഉണ്ടാകുക എന്നുള്ളതാണ് ഇത് ഇല്ലാതാക്കുന്നതിനുള്ള ഒരു കാര്യം. കാരണം പണത്തിന് വേണ്ടിയാണല്ലോ ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നോക്കിയാൽ പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ സുരക്ഷകളും വിറ്റ് കാശാക്കുവാൻ ചെറിയ പണത്തിന് വേണ്ടി മുതിരുന്ന പലരുമുണ്ട് എന്നുള്ളത്. അത് കണക്കിലെടുത്ത് വേണം നമ്മൾ ഇക്കാര്യങ്ങളെ സമീപിക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു പുതിയ നിയമം ഉണ്ടാക്കി കർശനമായ ശിക്ഷാ നടപടികൾ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോഴത്തെ സമയത്ത് ഇത്തരമൊരു നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് പല ആളുകളുടെ ഉണ്ടാകുന്നതാണ്. പലരും ചേർന്നാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം തയ്യാറാക്കുന്നതും അതിനെ പ്രിൻ്റ് ചെയ്യുന്നതുമൊക്കെ. പക്ഷേ ഇതിന് ഒരു പ്രതിവിധിയല്ല അത് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കും എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ കമ്പ്യൂട്ടറുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് പരിചയമില്ലാത്ത ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടറുകൾ ഹാൻഡിൽ ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ട് വരികയും അവർക്ക് ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അതുകൂടി പരിഗണിച്ചായിരിക്കണം പുതിയ തീരുമാനമുണ്ടാകേണ്ടത്. കാരണം അത് കമ്പ്യൂട്ടർ സ്ഥിരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വളരെ സാമാന്യേന ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികളെ വളരെയേറെ സഹായിക്കുന്നതായിരിക്കും. കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനും തിരികെ വന്ന് നോക്കുന്നതിനും പലപ്പോഴും ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ, മുഴുവൻ അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം ഉത്തരം കൊടുക്കുന്നു. അതിനുശേഷം അതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളിലേക്ക് വരുന്നു. അങ്ങനെ പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് തിരിച്ചു വരുന്നതിനും പോകുന്നതിനുമൊക്കെ അറിവ് നേടുന്നതിന് കമ്പ്യൂട്ടർ പരിജ്ഞാനം വളരെ കൂടുതൽ വേണം. അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്ന 23 ലക്ഷം പേരിൽ 20 ലക്ഷം പേർക്കും ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് പ്രതിവിധിയായി കമ്പ്യൂട്ടറൈസേഷൻ പോകുന്നത് ശരിയായ കമ്പ്യൂട്ടർ മാത്രം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഭാവിയിൽ ഒരുപക്ഷെ അത് വേണ്ടി വന്നേക്കാം. പക്ഷേ ഇമ്മീഡിയറ്റായിട്ട് അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ പഠനകാലത്ത് കമ്പ്യൂട്ടറിൽ നല്ല രീതിയിൽ പരിചയപ്പെടാൻ സാധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത്തരമൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ കമ്പ്യൂട്ടറൈസ് ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങൾ കൊടുക്കാനായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ശക്തമായ നടപടികൾ എടുത്ത് ഇനി ഇപ്പോഴുള്ള നിയമങ്ങളിലെ എല്ലാ
കാര്യങ്ങളും കണക്കിലെടുത്ത് ഉള്ള ശിക്ഷയായിരിക്കണം ഇവർക്ക് കൊടുക്കേണ്ടത്. അക്കൗണ്ടബിലിറ്റി. ഇപ്പോൾ UPSCയുടെ ചോദ്യപേപ്പറൊന്നും ചോരുന്നില്ലല്ലോ. അവിടെയും 10-12 ലക്ഷം പേർക്ക് ഉള്ള ചോദ്യപേപ്പറാണ് നമ്മുടെ UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ആ സംവിധാനത്തിൽ നിന്നും ചോരുന്നില്ല. അതുപോലെ ഒരു എഫക്റ്റീവായ സംവിധാനം ഉണ്ടാക്കുന്നതിന് ഇതിൻ്റെ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ ചെയർമാനെയും മറ്റു മെമ്പേഴ്സിനെയും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള പരിചയം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടത്താനുള്ള ആ തൻ്റെ ഇടം, അറിവ്, അതുപോലെ ഉള്ള കാര്യങ്ങൾ കണക്കിലെടുത്തായിരിക്കണം അവരെ തിരഞ്ഞെടുക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളവരുടെ ഇൻറ്റഗ്രിറ്റി കൂടി വെരിഫൈ ചെയ്ത് അവരൊന്നും ഒരു കാരണവശാലും എത്ര പണം കിട്ടിയാലും അവർ വീഴുന്നവരല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം. അതുമാത്രമല്ല, എക്സാമിനേഷൻ്റെ തയ്യാറെടുപ്പുകളാകുന്നതോടെ തന്നെ ഇതിൽ എടുക്കുന്നവരുടെ, ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നവരുടെ, അത് ഫൈനലൈസ് ചെയ്യുന്നവരുടെ, അങ്ങനെയുള്ളവരെ മുഴുവൻ വാച്ച് ചെയ്യാനായിട്ട് IBയുടെയോ അതുപോലെ ഒരു സംവിധാനങ്ങളും ഉണ്ടാകണം. ഈ പേപ്പർ തയ്യാറാക്കുന്ന സെൻറ്ററുകളിലേക്കൊക്കെ പോകുന്നവർക്കും വരുന്നവർക്കുമൊന്നും ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് അനുവാദം കൊടുക്കരുത്. അതുപോലുള്ള ഒരു വിധത്തിലുള്ള ക്യാമറകളും ഈ അവസരത്തിൽ ഉപയോഗിക്കാനായിട്ട് ആ സെൻറ്ററിന് പുറത്ത് അതെല്ലാം സൂക്ഷിച്ചു വെച്ച് അവർ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകണം. കാരണം ഒരു മൊബൈൽ ഫോൺ കൊണ്ടുപോയാൽ എല്ലാ ചോദ്യപേപ്പറും അല്ലെങ്കിൽ കുറേ ചോദ്യപേപ്പറെങ്കിലും ചോദ്യം എടുക്കാൻ പറ്റും. ഈയിടെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൻ്റെ ഒരു MLAമാരുടെ അവരുടെ ഓപ്ഷൻ പത്രക്കാർ എങ്ങനെ ഒരു പത്രത്തിന് എങ്ങനെ കൃത്യമായിട്ട് കിട്ടിയെന്നുള്ളത് കുറേ പേരുടെയെങ്കിലും. അപ്പോൾ ആ രീതിയിലൊക്കെ പോലും ക്വസ്റ്റ്യൻ പേപ്പറുകൾ പലപ്പോഴും ചോർത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ വളരെ കർശനമായ നിയമങ്ങൾ പുതുതായി ഉണ്ടാക്കി കർശനമായ ശിക്ഷയും അവരുടെ സ്വത്ത് അത് പിടിച്ചെടുക്കാൻ ഉതകുന്ന വിധത്തിലുള്ള നിയമങ്ങളും ഉണ്ടാകേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.